ഈ പ്രാവശ്യം വേനലവധി നല്ലൊരു സ്ഥലത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതും വെറും ഒരു തണുപ്പുള്ള സ്ഥലം മാത്രമല്ല, പ്രകൃതിയും അതുപോലെ തന്നെ കൃഷിയിടങ്ങളും അടങ്ങിയ ഒരു സ്ഥലം വേണമെന്ന്. ഇപ്പോൾ മൂന്നാറാണ് സ്ഥിരം പോകുന്ന സ്ഥലം. അവിടെ നിന്നും മൂന്നാറിൽ നിന്നും വട്ടവട എന്നൊരു സ്ഥലം തിരഞ്ഞെടുത്തു. ഞാൻ കേട്ടറിഞ്ഞതിനേക്കാളും നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ വട്ടവട. ഈ വട്ടവടയിലെ വിശേഷങ്ങളും അവിടുത്തെ താമസ സൗകര്യങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് കാണാം. സോ വെൽക്കം ബാക്ക് ടു ആസ്റ്റൻസ് കോൺസെപ്റ്റ്സ്. വട്ടവട എവിടെയാണെന്നും എങ്ങനെയുള്ള സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതെൻ്റെ ആദ്യത്തെ അനുഭവമാണ്. വട്ടവട കൃഷിയിടങ്ങളുടെ ഒരു സ്ഥലമാണ്. പച്ചക്കറി, അതുപോലെ ഫ്രൂട്ട്സ്, സ്ട്രോബെറികളുടെ തോട്ടമുള്ള ഒരു സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് നമ്മുടെ തോട്ടങ്ങളും കൃഷിയിടങ്ങളും ഗ്രാമങ്ങളും പൂർണ്ണമായിട്ടും കാണുന്ന രീതിയിലുള്ള ഒരു സ്റ്റേ ഉള്ള സ്ഥലം വേണമെന്നാണ് ആഗ്രഹം. ഞാനിവിടെ വന്ന് എൻ്റെ മനസ്സിനാണെങ്കിൽ ഒരു സ്ഥലം തന്നെ എനിക്ക് കണ്ടെത്തി. വട്ടവടയിലെ PKS മിസ്റ്റി വ്യൂ. ഇതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കാണുന്നതാണ് വട്ടവടയിൽ പ്രകൃതി ഭംഗി. ഇവിടെ നിന്നാൽ മാത്രം മതി വട്ടവട ഗ്രാമീണ ഭംഗിയും അതുപോലെ പ്രകൃതി ഭംഗിയും ക്ലൈമറ്റും കൃഷിയിടങ്ങളും എല്ലാം ആസ്വദിക്കാം. വട്ടവടയിലെ PKS മിസ്റ്റി വ്യൂ. വട്ടവട എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡ് റിസർവ് ബാങ്ക്, അതിനോട് ചേർന്ന് തന്നെയാണ് ഈ PKS മിസ്റ്റി വ്യൂ ഉള്ളത്. ഇവിടെയാണെങ്കിൽ 3 കാറ്റഗറിയിലാണ് റൂംസുകളുള്ളത്. താഴത്ത് വരുന്നത് ഒരു മഡ് ഹൗസ് അല്ലെങ്കിൽ ക്ലേ ഹൗസ് എന്ന് പറയും. അതിന് മുകളിൽ ഡീലക്സ്, അതിന് മുകളിൽ സൂപ്പർ ഡീലക്സ് എന്ന 3 തട്ടുകളായിട്ടാണുള്ളത്. ഈ മഡ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു സ്പേസ് ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് സ്പേസ്. ഇപ്പോൾ ഈ ഒരു സൈഡിലാണെങ്കിൽ നല്ലൊരു ഫാമിലി സ്വിങ് ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ നല്ല സ്വിങ് ഉണ്ട്. ഒരു ചെറിയ വരാന്തയും കൊടുത്തിട്ടുണ്ട്, ചാരുകസേരയൊക്കെയുള്ള പഴയ ട്രഡീഷണൽ രീതിയിലുള്ള മരമൊക്കെ വെച്ച് ചെയ്തേക്കണം. ഇവിടെ താഴെ ഇട്ടേക്കണ തറയോടാണ്. പഴയ ഒരു ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവരാനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യം കൂടി സൗകര്യം ഇവിടെ ഉണ്ട്. ഇവിടെയുണ്ട് ഒരു സ്വിങ്, ഫാമിലി സ്വിങ്. അപ്പോൾ ഈ സൈഡിലേക്ക് വരാൻ നേരത്ത് നല്ല രീതിയിൽ ഗാർഡനിങ് ചെയ്ത് ഒരു ഗ്രീനറി ഫീലിംഗ് തോന്നുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. നോക്കി ഇവിടെ നിന്നുള്ള നല്ലൊരു വിഷനാണ്. നമ്മുടെ വട്ടവടയിലെ ഗ്രാമങ്ങളും പ്രകൃതി ഭംഗിയും കാണാനുള്ള ഇത് തന്നെ മതി. ഇവിടെ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല വട്ടവടയുടെ ഭംഗി കാണാനായിട്ട്. അപ്പം ഇതിൻ്റെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ട്രോബെറിയുടെ കൃഷിയിടങ്ങൾ കാണാൻ പറ്റും. ഇപ്പം അതിനുള്ള മുളച്ചു വരുന്നുള്ളൂ. സ്ട്രോബെറി കൃഷിയിടമാണ്, പച്ചക്കറിയും സ്ട്രോബെറിയുടെ കൃഷിയിടമാണ് ഈ കാണുന്നതല്ല. അപ്പം ഈ ഒരു വിഷൻ ഇവിടെ നിന്ന് കിട്ടും. അതിനുവേണ്ടി ഒരു പ്രത്യേക സ്റ്റെയർ കേസും താഴത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ മഡ് ഹൗസിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലതുപോലെ ആസ്വദിക്കാൻ പറ്റും. റൂമിൻ്റെയൊക്കെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ 3 പേർക്ക് നല്ല രീതിയിൽ കിടക്കാൻ പറ്റിയൊരു കോട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡാണെങ്കിൽ ദിവാൻ കോട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ജനലിലൂടെ പുറത്തേക്കുള്ള കാഴ്ച അതിമനോഹരമാണ്. വെറുതെ ഇവിടെ ഇരുന്ന് തന്നെ അത് ആസ്വദിക്കാൻ പറ്റും. ഇവിടെയാണെങ്കിൽ കംപ്ലീറ്റ് ഒരു ക്ലേ ടൈപ്പാണ് അതിൻ്റെ പ്ലാസ്റ്ററിങ് ചെയ്തേക്കണം. മതിലൊക്കെ സ്മൂത്ത് അല്ല, മഡ് ഹൗസിൻ്റെ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെ ഇതിൽ ക്ലേയും മഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയേക്കുന്നത്. ഇതിൽ തന്നെ വേറൊരു മുറിയുണ്ട്, 2 മുറിയും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ടോയ്ലറ്റും ഉണ്ട്. അത്യാവശ്യം സൗകര്യങ്ങളാണ്, നല്ലൊരു ടോയ്ലറ്റ്. ഇത് 2 കൂടി ക്ലബ് ചെയ്തിട്ടായിരുന്നു. 2 ബെഡ്റൂമോട് കൂടി ഒരു ടോയ്ലറ്റാണ് കൊടുത്തേക്കുന്നത്. ഇത് കൂടാണ്ട് അഡീഷണൽ ആയിട്ട് കോമൺ ആയിട്ടൊരു ടോയ്ലറ്റും ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ മഡ് ഹൗസിൻ്റെ റൂംസിനും വാഷ് ബേസിനും ഉള്ള സീറ്റിങ്ങും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് മിഡിലുള്ള പോർഷനിൽ ഒരു കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കിച്ചൻ്റെ സൗകര്യം കൂടി ഇന്നത്തെ പെടുത്തിയിട്ടുണ്ട്. നേരെ കാണുന്നതാണ് കിച്ചൺ. ഇതും സെയിം ടിപ്പിക്കൽ ടൈപ്പ് പാറ്റേൺ തന്നെയാണ് ഈ റൂമിലുള്ള. ഈ റൂമിൽ ഇവർ ചാർജ് ചെയ്യുന്നത് 5000 രൂപയാണ് ഒരു മുറിക്ക്. അതായത് 5000 രൂപയ്ക്ക് 2 മുറി കിട്ടും ഈ ഒരു കോട്ടേജിൽ വരുന്നത്. അപ്പം 2 ഫാമിലിക്ക് ഇവിടെ നിന്ന് സുഖമായിട്ട് താമസിക്കാം. പിന്നെ അത് കൂടാണ്ട് ഇവിടെ ക്യാമ്പ് ഫയർ ഇടാനുള്ള പ്രൊവിഷനുണ്ട്. ക്യാമ്പ് ഫയർ ഇടാൻ സാധാരണ എല്ലായിടത്തും 1000 രൂപയാണ് ക്യാമ്പ് ഫയറിന് എക്സ്ട്രാ ഉള്ളത്. പക്ഷെ ഇവിടെ മാത്രം 700 രൂപ മാത്രമേ ഒരു ചാർജറുള്ളൂ. ഇത് വളരെ കുറവാണ്. ഒരു എക്കണോമിക് ടൈപ്പാണ്, ബഡ്ജറ്റ് ടൈപ്പാണ്. അന്ന് എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് എല്ലാം ഇങ്ങനെ കാണാവുന്ന രീതിയിൽ
ഇത് മഡ് ഹൗസിലിരിക്കുന്നവർക്കാണ്, മഡ് ഹൗസ് താമസിക്കുന്നവർക്കാണ് ഇത്തരം സൗകര്യങ്ങളെല്ലാം ഉള്ളത്. പിന്നെ ഒരു സൈഡ് ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഇങ്ങനൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാമല്ലോ, ഒരു എൻ്റർടൈൻമെൻറ്റ് സൗകര്യത്തിന്. എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് നമ്മൾ ആവശ്യമുള്ളവർക്കൊക്കെ ഇവിടെ നിന്നിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തേക്കണം. ഇവിടെ നിന്ന് നോക്കേ, ഇതിൻ്റെ വിഷ്വൽ നല്ല രസമാണ്. ഇവിടെ നിന്ന് വെറുതെ ഇരുന്നാൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയുള്ള സൗകര്യം നോക്കാം. പിന്നെ ഈ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഡീലക്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള മുറികളാണ്. മുകളിലേക്ക് കയറാൻ നേരത്ത് ഡീലക്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള റൂംസാണ് ഇവിടെ. ഇവിടെ 4 മുറികളുണ്ട് ഡീലക്സ് കാറ്റഗറിയുള്ള. അപ്പം ഇവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്, പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനൊരു സൗകര്യം കൂടെ ഉണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മലകളും ഈ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. മുറിയുടെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കില്ല. പിന്നെ 4 കാറ്റഗറിയിലും ഈ ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ മുറിയുടെയും ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്, സീറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. ഡീലക്സ് കാറ്റഗറിയുടെ മുറി നമുക്ക് കാണാം. കയറുമ്പോൾ ഇവിടെയും 3 പേർക്ക് നല്ല ലാവിഷായിട്ട് കിടക്കാൻ പറ്റിയൊരു കോട്ട് ഇവിടെ ഉണ്ട്. 2 സീറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സൗകര്യമുണ്ട്. ഇവിടെ കെറ്റിലും ഒരു സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞത്, ഗ്ലാസ് ഉണ്ട്, എല്ലാം സൗകര്യം ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റിയും കൂടി ഇവിടെ വരുന്നുണ്ട്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു ടോയ്ലറ്റ് കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള. ഇവിടെ നിന്നും ഈ ബെഡിൽ നിന്ന് തന്നെ ആ വിഷം കിട്ടും. അപ്പുറത്തെ മലകളുടെയും കൃഷികളുടെയും ആ തോട്ടങ്ങളുടെയും ഗ്രാമീണ ഭംഗി എല്ലാം ഇവിടെ നിന്ന് ആസ്വദിക്കാം. ആ കട്ടണൊന്ന് മാറ്റി കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം വിഷൻ നമുക്ക് കിട്ടും ഫുള്ള്. ഏകദേശം എനിക്ക് തോന്നുന്നു 180 ഡിഗ്രിയിലാണ് ആ വിഷൻ കിട്ടുന്നത്. നമ്മുടെ തല ഒന്ന് തിരിച്ചാൽ മതി, ഏത് ആംഗിളിലും വിഷനാണ് നല്ല. ഇവിടെ കർട്ടൻ ബ്ലൈൻഡ്സും ഉണ്ട്, സീബ്ര കർട്ടൻസ് ഇട്ടിട്ടുണ്ട്. ആവശ്യമില്ലെങ്കിൽ നമുക്കൊരു കർട്ടൻ ഇടാനുള്ള സൗകര്യം. ഇവിടെ 4 മുറികളും ഈ സെയിം കാറ്റഗറിയിൽ വരുന്ന മുറികളാണ്. സെയിം ടിപ്പിക്കൽ പാറ്റേൺ ആണ്. ഇവിടെ നിന്നും നല്ലൊരു വിഷനാണ് ഗ്രാമങ്ങളിൽ കാണുന്നത്. നോക്കിയേ, എവിടെ നിന്നാലും ഒരു ഗ്രാമീണ ഭംഗിയും പ്രകൃതി ഭംഗിയും കാണുന്നത്. ഇതിൻ്റെ താഴത്തേക്ക് ഇറങ്ങാനായിട്ട് ഇവിടെ ഒരു ഗാർഡനും കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ഗാർഡൻ. വെറുതെ ചുമ്മാ നടക്കാനൊക്കെ പറ്റിയൊരു സ്പേസാണ്. നോക്കി 2 സൈഡും ഒന്നും അല്ലെങ്കിൽ നമ്മൾ കാഴ്ച കാണാനും കാറ്റ് കൊള്ളാനും ചെടി പൂക്കളൊക്കെ കാണാനായിട്ട് ഒന്ന് ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്പേസാണ്. കാരണം ഫാമിലി ആയിട്ട് ഏത് കാറ്റഗറി ആൾക്കാരായാലും പ്രായമുള്ളവർക്കും ഇവിടെ ഒന്ന് ആസ്വദിക്കാൻ പറ്റിയാണ്. ഇവിടെ നിന്നുള്ള ദൂരക്കാഴ്ചകൾ കാണാനായിട്ട് ഇവിടെ ബൈനോക്കുലർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം അതും ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ തരും. നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള അപ്പുറത്തെ മലകളിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇവർ സഹായിക്കും. നല്ല കോസ്റ്റ്ലി ബൈനോക്കുലറാണ്. അതും ഇവിടെ ആവശ്യമുള്ളവർക്കൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീലക്സ് കാറ്റഗറിയിലുള്ള മുറികൾക്ക് 3000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പം അതുകൂടാണ്ട് ഈ 3 കാറ്റഗറിയിലും കൂടി ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് നേരിട്ട് റെസ്റ്റോറൻറ്റ് ആകാത്ത കാരണം ഈ മിസ്റ്റി വ്യൂവിൻ്റെ ആണ്, മിസ്റ്റി വ്യൂവിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്. ചൈനീസും ഇന്ത്യൻ എല്ലാം കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്റ്. തൊട്ടടുത്ത വേറെ നമുക്ക് നേരിട്ട് ചെല്ലുക, അവിടുന്ന് ഫുഡ് ഐറ്റംസ് ഇവിടത്തേക്ക് വരുത്തുക എല്ലാം ചെയ്യാവുന്നതാണ്. സൂപ്പർ ഡീലക്സിൻ്റെ കാറ്റഗറി വരുന്നത് 4 മുറികളാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ബാൽക്കണി ഉണ്ട്. 2 ഫാമിലി സ്വിങ്ങും ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അത് കൂടാണ്ട് വേറൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ, റിക്രിയേഷൻ ഏരിയ, നമുക്ക് എന്ത് എൻ്റർടൈൻമെൻറ്റും ഇവിടെ നടത്താവുന്ന രീതിയിലുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ട്. ഫാമിലി ഗ്യാതറിങ്, ഗെറ്റ് ടുഗദർ, ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നടത്താനായിട്ട് ഇത് വരുന്നുണ്ട്. ഇവിടെ നിന്നും ഒരു പ്രത്യേക വ്യൂ ആണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. ആ ഒരു പക്ഷികളുടെ ശബ്ദവും നാട്ടിലെ ഗ്രാമീണ ഭംഗിയും ഗ്രാമീണ കാഴ്ചകളും കാണാനായിട്ട്. സൂപ്പർ ഡീലക്സിൻ്റെ കാറ്റഗറി മുറിയിൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു രീതിയിലാണ്. അതിൻ്റെ കോട്ടും 3 പേർക്ക് നല്ല ലാവിഷായിട്ട് കിടക്കുന്ന രീതിയിലാണ് നല്ല അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നല്ല വിഷനാണ് പുറത്തേക്കുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇവിടെ ഒരു TV ഉണ്ട്. ടിവിയുടെ സ്റ്റോറേജ്, താഴെയുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെയും ടീ കോഫിയൊക്കെ ഉണ്ടാക്കുന്ന മെഷീനും താഴത്തെ ചെറിയ മിനി ഫ്രിഡ്ജും ഉണ്ട്. ഒരു ബാത്റൂം, നല്ലൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. ഷവർ പാർട്ടീഷനും നല്ല വലിപ്പമുണ്ട്. അപ്പോൾ അതിലെ സാനിറ്ററി ഫിറ്റിങ്സ് ഒക്കെ ഇത്തിരി സ്റ്റാൻഡേർഡ് ഉള്ളതിനാണ് അവർ ഫിക്സ് ചെയ്തേക്കുന്നതിനകത്ത്. വലിയ മിററും ഗ്ലാസ് പാർട്ടീഷനും ഫ്ലോറിങ്
എല്ലാം നല്ല സ്റ്റാൻഡേർഡ്. കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ള ടോയ്ലറ്റുമാണ്, സൗകര്യമുണ്ട്. ഒരു ചെറിയൊരു ലക്ഷറി ഫീലിങ്ങിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ മുറികളുടെയൊക്കെ റേറ്റ് വരുന്നത് 5000 റുപ്പീസാണ് പെർ റൂമിനുള്ള വരുന്നത്. സെപ്പറേറ്റ് ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, ഒരു റൂംസിൽ നിന്ന് അപ്പുറത്തെ ഗസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. PKS മിസ് വ്യൂവിൻ്റെ എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നത് ഇവിടുത്തെ ആണ് ബാബു ആണ് ഞങ്ങൾക്ക് ഇതെല്ലാം അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തത്. അപ്പൊ ബാബു, ഇവിടെ റേറ്റിന്റെ കാര്യം ഞാനിവിടെ പറഞ്ഞായിരുന്നു. ഈ റേറ്റ് പറയുന്നത് ഓരോ പല സ്ഥലത്തിലും മൂന്നാറിലായാലും വട്ടവടയിലായാലും സീസണബിൾ റേറ്റ് എന്ന് പറയും. ഡിസംബർ ജാനുവരി ഏറ്റവും തണുപ്പുള്ള സീസൺ എന്ന് പറഞ്ഞിട്ട് റേറ്റ് വർധന വരാറുണ്ട്. അതുപോലെ ഓഫ് സീസൺ ആണെങ്കിൽ റേറ്റ് കുറയാനും വരാറുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു റേറ്റ് വ്യത്യാസം ഉണ്ടോ? ഇല്ല, ശരിക്കും നമുക്ക് അങ്ങനെ ഒരു റേറ്റ് വ്യത്യാസമൊന്നുമില്ല. നമുക്ക് സീസൺ ആയാലും അൺസീസൺ ആയാലും എല്ലാം സെയിം റേറ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ എന്ത് റേറ്റ് ആണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യണത് അത് തന്നെയായിരിക്കും ഈ സീസണിലും അൺസീസണിലും ചെയ്യണം. നമുക്ക് ഫിക്സഡ് റേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. എനിക്ക് കുറെ നാളായിട്ട് ഈ റേറ്റ് ആണ്. അതെ, നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് എന്തോ ഇപ്പോ അത് തന്നെ മുമ്പുള്ള പല വീഡിയോസിലും കാണുമ്പോൾ റേറ്റ് ഉണ്ട്, അത് തന്നെയാണ് കണ്ടിന്യൂ പോകുന്നത്. ഡിസംബർ ജാനുവരി ഏറ്റവും തണുപ്പുള്ള ഒരു സമയമാണ്. അപ്പൊ സാധാരണ ഹോട്ടലുകളൊക്കെ റേറ്റ് വർധന വരാറുണ്ട്, ഡിമാൻഡും കൂടും. അപ്പൊ ഇവിടെ അതേ റേറ്റ് തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന മെയ് മാസം അത്യാവശ്യം നല്ല ചൂടുള്ള സമയമാണ് നാട്ടില്. ഇവിടെ വരാൻ നേരത്തിൽ മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്, നല്ലൊരു ചെറിയ തണുപ്പോട് കൂടിയുള്ള ചെറിയ മിസ്റ്റ് മഞ്ഞും മഴകളും ഉണ്ട്. അപ്പൊ ഈ സമയത്ത് വരുമ്പോഴും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാബു എല്ലാവരും സൗകര്യം ചെയ്തു. മണി 6:45 രാവിലെ. ഇപ്പൊ നിങ്ങളെ കൊണ്ടുപോകാൻ പോണത് നന്ദകുമാർ വട്ടവടയിലുള്ള ആളാണ്. നമുക്ക് വട്ടവട കണ്ടു തുടങ്ങാം. നന്ദകുമാർ ഇപ്പൊ നമ്മൾ ആദ്യം കാണാൻ പോണത് നായാട്ട് ഷൂട്ടിംഗ് പോയിന്റ് ആണ്. നായാട്ട് എന്നുള്ള സിനിമ ഷൂട്ടിംഗ് അല്ലേ? ഓ, നല്ല സ്ഥലമാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഓരോ സ്ഥലങ്ങളും നമുക്ക് ഇത് കാണാം. ഇവിടുത്തെ റോഡൊക്കെ എങ്ങനെയാണ്, അതുകൊണ്ട് സ്വന്തം വാഹനത്തിൽ വരുന്നവര് എക്സ്പീരിയൻസ് ഉള്ളവരും അതുപോലെ 4 വീലർ ഡ്രൈവിംഗ് ഉള്ള വണ്ടി മാത്രം ഉപയോഗിച്ച് വരിക. അതല്ലെങ്കിൽ ഇവിടെ ജീപ്പ് സഫാരികളുണ്ട്. നമുക്കാണെങ്കിൽ ഈ നാട്ടിലെ ആളുകളുണ്ടെങ്കിൽ വഴികളൊക്കെ കൃത്യമായിട്ട് അറിയാം, സുരക്ഷിതമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഈ കാണുന്നതാണ് നായാട്ട് എന്ന സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം. അപ്പം അതിൻ്റെ മുകളിലൊരു വീടാണ് ഷൂട്ടിംഗ് എടുത്തതെന്ന് പറഞ്ഞത്. സിനിമയിൽ അത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ കൃഷിത്തോട്ടങ്ങളും ഇവിടെ എല്ലാം ആ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനായിരുന്നു. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഇവിടെ നല്ല ചെറിയൊരു വാട്ടർഫോൾസ്, നല്ല ഭംഗിയുണ്ട്. ഈ കാണുന്നതാണ് സാമിയാർ വളക്കുടി എന്ന് പറഞ്ഞ സ്ഥലം. ട്രൈബൽ ഏരിയയാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും പെർമിഷൻ ഇല്ല അങ്ങോട്ടൊന്നും പോകാനായിട്ട്. അപ്പോൾ അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ പ്രത്യേക പെർമിഷനൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഡ്രൈവർ നന്ദകുമാർ അവിടെ അവരുടെ നാട്ടിൽ നിന്ന് പറിച്ചെടുത്താണ്. നമ്മുടെ ഊട്ടിയിലൊക്കെ ഇടുന്ന പ്ലാസ്റ്റിക് പൂ എന്നൊക്കെ പറഞ്ഞ. അപ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പറിച്ചോണ്ടേക്കുന്നത്. വിരിയോ അത് ചൂടാകുമ്പോൾ വിരിയും. കൊള്ളാല. ഊട്ടിയിലൊക്കെ ഉണ്ട്. ഇത് നേരിട്ട് പറിച്ചെടുക്കണ ഇപ്പം ആദ്യമായിട്ട് കാണുക. ഇതാണ് താഴെ കാണുന്ന ഈ വട്ടവട എന്ന് പറഞ്ഞ സ്ഥലം. ശരിക്കും നമ്മളുടെ പുറമേ നിന്ന് വന്നവർക്ക് വട്ടവട എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നത്. യഥാർത്ഥ വട്ടവട ഈ നാട്ടുകാരുടെ ഇതിൽ വട്ടവട എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ വേറെ കാണുന്നുണ്ട്. അത് ഇവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നല്ല ഒരു എ-ഫ്രെയിം റിസോർട്ടുകളാണ് ഇവിടെ. ചെറിയതും വലുതും റിസോർട്ടുകളുണ്ട് ഇവിടെ. ഇതിൻ്റെയൊക്കെ വ്യൂ നോക്കി ഇവിടെ നല്ല വ്യൂ, ഒരു ഗംഭീര വ്യൂ ആണ്. ഒരു എ-ഫ്രെയിം സ്റ്റേ ആണ്. അടിപൊളിയായിട്ടുണ്ട്. ജീപ്പിലൊക്കെയാണ് ഇവിടെ എത്തണത്. അല്ലെങ്കിൽ അവർക്ക് തന്നെ പിക്ക് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ജീപ്പിൽ തന്നെ.
കാട്ടുപോത്ത് കാണാൻ പറ്റണം. ഈ മലയുടെ മുകളിൽ കാട്ടുപോത്ത് മേഞ്ഞ് കിടക്കണ കേട്ടാ. എത്ര എണ്ണം നോക്കി സൂം ചെയ്ത് എടുത്താണ് അതിന്റെ മുകളിൽ. എത്ര ഡിസ്റ്റൻസിലാണ് സാധനം. മുകളില് ഒരു ചായക്കട ഉണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി കാണിച്ചു തന്നേക്കാം. ഏക ചായക്കട. യെസ്, നിങ്ങളുടെ ചായ റെഡിയായി. മലയുടെ മുകളിലിരുന്ന് ചായയും കുടിക്കാനായിട്ട്. നിങ്ങളുടെ നന്ദകുമാരെന്ന് ചായ കുടിക്കാനാണ്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ എല്ലാം ഇവിടെ QR കോഡൊക്കെ ഉണ്ട്. ഈ മലയുടെ മുകളിൽ നമുക്ക് സ്കാൻ ചെയ്ത് പൈസ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്തോരം പുരോഗമിച്ചെന്ന് കാണാം. ഏതൊരു മലയുടെ മുകളിൽ പോലും ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാഷ്ലെസ് പേയ്മെന്റ് ആണ് ഇവിടെ. സ്ട്രോബെറി ഉണ്ടായിരിക്കണം, അടുത്ത് വരുന്നുള്ളൂ ഇതൊക്കെ. യെസ്, പഴംതോട്ടത്തിന്റെ സ്ഥലത്താണ് ഈ സ്ട്രോബെറി തോട്ടങ്ങളൊക്കെ ഉള്ളത്. പലയിടത്തും സ്ട്രോബെറി തോട്ടങ്ങളുണ്ട്. പഴംതോട്ടത്താണ് കൂടുതലായിട്ട് കാണുന്നത്. പഴംതോട്ടം എന്ന് പറഞ്ഞ സ്ഥലം. ഇത് പഴുത്താണോ സ്ട്രോബെറി? ഇത് ശരിക്കും പഴുത്തിട്ടില്ലല്ലേ? ശരിക്കും റെഡ് കളർ ആവും അല്ലേ? ശരി, ഓക്കെ. ഇത് എന്തിങ്ങനെ ഷീറ്റ് ഇട്ടേക്കണ എന്തിനാണ്? ഇതിങ്ങനെ ഷീറ്റ് വെള്ളം മഞ്ഞ് വീഴാണ്ടിരിക്കാനല്ലേ? ചൂടും മഞ്ഞും ഡയറക്റ്റ് കേറാണ്ടിരിക്കണല്ലേ? ഇതെല്ലാം സ്ട്രോബെറി തോട്ടങ്ങൾ ഇങ്ങനെ ഇരിക്കണ, പലതും വിളഞ്ഞിരിക്കണ. നോക്കിയേ, ഇതെല്ലാം പാകമായതാണല്ലേ? എന്ത് ഭംഗിയാനായിട്ട് കാണാനായിട്ട്. നല്ല ഫ്രഷ്, ഇത് കാണാൻ തന്നെ ഒരു രസമാണ്. ഇത് പഴക്കുമല്ലേ? കാക്കിലോന് 150 രൂപയാണ്. കാക്കിലോ 150. ഫ്രഷ് ആയിട്ടുള്ള സാധനം. ശരിക്കും വട്ടവടയാണ് ഈ നാട്ടുകാർ പറയണ. വട്ടവട എന്ന് പറയുന്ന സ്ഥലമാണിത്. അപ്പോൾ മറ്റേത് കോവിലൂർ എന്ന് തന്നെയാണ്. അപ്പോൾ നേരെ കാണുന്നത് കോവിലൂർ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ശരിക്കും നമ്മളൊക്കെ പുറമേ നിന്ന് തന്നെ വരെ വട്ടവട ടൗൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ കാണുന്ന ഏരിയയൊക്കെയാണ് വട്ടവട ഈ നാട്ടുകാരൊക്കെ പറഞ്ഞത്. ഇവിടെ ഫാം പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉള്ളതാണ്. പറയൂ ഏതൊക്കെയാണ് ചെടി? ഇവിടെയൊക്കെ കൃഷിയാണ്. ഇവിടെ പച്ചക്കറി കൃഷികൾ. ഇതെല്ലാം ക്യാരറ്റ്. ഇത് ക്യാരറ്റ്. ഇടയില് നല്ലൊരു ചെടി. അത് ഞങ്ങള് വിഷമടിക്കാത്ത സാധനം, ഇത് കെമിക്കൽ ചേർക്കാത്ത സാധനം. അതിന് വേണ്ടി കീടങ്ങൾ പിടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പൂച്ചെടി മൊത്തം വച്ച് പിടിപ്പിച്ചിട്ട്. അപ്പൊ പൂച്ചെടിക്ക് അങ്ങനെ വെച്ചാൽ ആ കീടങ്ങളെല്ലാം അതിലെ കയറും, ആകർഷിക്കും. അത് നല്ലൊരു ബുദ്ധിയാണല്ലോ. അതെ, അത് ഈ പ്രാണിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്രാണികളൊക്കെ അതിലെ കയറിക്കും. അതിലേക്കാണ് അട്രാക്ഷൻ വരുന്നത്. അതെ, കാണാനും ഭംഗിയാണ്. ഇപ്പൊ ഇതിൽ കീടങ്ങൾ വരെയില്ല. അറിയില്ല. ഇതിൽ നിന്ന് വേറെ നിങ്ങൾ ഒന്നും നമ്മൾ കെമിക്കൽ ചേർക്കത്തില്ല, നാച്ചുറൽ വിഷമൊക്കെ നമ്മ ചേർക്കത്തില്ല. ഇത് ബീൻസ്, മറ്റേ മുരിങ്ങ ബീൻസ്, നീളത്തിലെ തോരൻ വെക്കാം, സാമ്പാർ അരിഞ്ഞിടുന്ന ഇതിലൊക്കെ ഇതാ. ഇതാ ഊട്ടിപ്പൂ എന്ന് പറയുന്നത്. 4 മാസം അങ്ങനെ തന്നെ ഉണങ്ങാതെ നിൽക്കും. പ്ലാസ്റ്റിക് പൂ വേണമെങ്കിൽ പൊട്ടിച്ച് ഓരാണ് പൊട്ടില്ല. ഇത് എനിക്ക് പൊട്ടിച്ച് തന്നായിരുന്നു, അവിടുന്ന് പറിച്ചു തന്നായിരുന്നു. ഇത് ബീറ്റ്റൂട്ട്, ഈ ചുമന്നത്. എല്ലായിടത്തും ഈ ചെടി പൂക്കളുടെ ചെടി വെച്ചിട്ടുണ്ട്. ഇതിനെ ആക്രമിക്കാണ്ടിരിക്കാനായിട്ട് എല്ലാം ആകർഷിക്കുന്ന രീതിയിൽ. ഇത് ബീറ്റ്റൂട്ട്. ഇത് ബീറ്റ്റൂട്ട്. ഇതൊക്കെ എപ്പോഴാണ് വിളവെടുക്കാൻ പറ്റും? ഇതെല്ലാം 3 മാസത്തിന്റെ വിളവാട്ടോ. 3 മാസം. ഇപ്പൊ 2 മാസമായി. 1 മാസത്തിൽ കൂടി എടുക്കാം. ഇത് അവക്കാടോ. അവക്കാടോ ഇതാ ബട്ടർ ബീൻസ്. ഇതൊക്കെ ആയിട്ടുണ്ടല്ലോ ബട്ടർ ബീൻസ്. അതെ, ഇത് പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്. എവിടെ പൊട്ടറ്റോ? ഇത് പൊട്ടറ്റോ.
ഓ, ഇതും സമയമായിട്ടില്ല. ആയിട്ടില്ല. ഇതിന്റെ ഇടയിലൊക്കെ ചെടി വെച്ചേക്കണൊക്കെ ഇതൊക്കെ വിളവെടുത്ത് തീർന്നു. ക്യാരറ്റ് ഇതൊക്കെ വിളവെടുത്ത തീർന്നതാ. വെളുത്തുള്ളി അടിപൊളി. നല്ലൊരു സ്പെഷ്യലാണ്, നമ്മുടെ നാടൻ കിട്ടുന്നതല്ല. അവിടെ കിട്ടുന്നതൊക്കെ പുറമേയുള്ള വരുന്നതാണ്. ഇത് നല്ല ഫ്രഷ്, അതിന്റെ വലുപ്പവും അതിന്റെ സൈസും. അതെ, ഇപ്പൊ പലയിടത്തും രാവിലെ പറിച്ചാണ്. വെളുത്തുള്ളി അധികം വലിപ്പം വെക്കൂലല്ലേ ഈ വെളുത്തുള്ളി? ഇതിന്റെ എരിവ്, ഇതിന്റെ കാര്യങ്ങളാണ്, ഇതിന്റെ മെഡിസിൻ ആണ്. ഏറ്റവും പവർ കൂടിയതാണ്. പൊള്ളൂ പൊള്ളും, ഭയങ്കരമായി അത്രയും പവർ ഉണ്ട്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. കഴുകി കഴിഞ്ഞപ്പോ അതിന്റെ കളർ വേണ്ട. ചകിരി കൊണ്ട് തേക്കാം, നമ്മൾ കൈ കൊണ്ട് മാത്രമേ തേക്കുള്ളൂ. അത് മെഡിസിൻ ആണ്. ശരിക്കും ഇതാണ് മാർക്കറ്റിൽ ഇപ്പൊ കിട്ടും. അതുണ്ട്, ഇതാണ് നമ്മൾ കളർ വ്യത്യാസം നോക്കെ. അത് ഫ്രഷ് ഇപ്പൊ ഗാർഡനിൽ നിന്ന് പറിച്ചാണ്, കഴുകി. ഇത് മാർക്കറ്റിലൊക്കെ വരുമ്പോ ശരിക്കും കഴുകും, ശരിക്കും മിഷീനിൽ കഴുകും. മൊത്തം അടിച്ചു പോകും. ഇത് മൊത്തം മെയിൻ തൊലി മൊത്തം അടിച്ചു പോകും മെഷീനിൽ കഴുകുമ്പോൾ. ശരിക്കും ഇതാണ് എന്റെ നാച്ചുറൽ. ഇല എടുത്ത് തോരൻ വെക്കാം, ടേസ്റ്റ് ആണല്ലേ? ഓ, വട്ടവട എന്ന കാർഷിക ഗ്രാമത്തെ കുറിച്ചുള്ള വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും കാലാവസ്ഥയും അതുപോലെ ഞങ്ങൾ താമസിച്ച ഈ PKS മിസ്റ്റി വ്യൂവിൻ്റെ സൗകര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. ഈ ഹോട്ടലിൽ താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. സോ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും വരും. അപ്പോഴേക്കും ഞാൻ ഈ കാഴ്ചകൾ ഒന്നും കൂടി കണ്ടിട്ട് പോകട്ടെ.